പ്രാർത്ഥനാ പുണ്യം തേടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദിച്ചു. മേൽശാന്തിയാണ് ക്ഷേത്ര സന്നിധിയിലെ പണ്ടാര അടുപ്പിൽ തയ്യാറാക്കിയ പൊങ്കാല നിവേദിച്ചത്. നാളെ രാത്രി 12:45 നടക്കുന്ന കുരുതി തർപ്പണത്തോടെയാണ് ഈ വർഷത്തെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാകുക. ഇന്ന് രാവിലെ 9:15 ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 9:45 പൊങ്കാല അടുപ്പുവിട്ട് ചടങ്ങ് നടന്നു. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടിക്കഴിഞ്ഞപ്പോൾ തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിന് മുന്നിൽ നിന്നും ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നു. തുടർന്ന് ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തൊരുക്കിയിട്ടുള്ള പണ്ടാരടുപ്പിലും ജ്വലിപ്പിച്ചു. ഇതേസമയം ഭക്തർ തയ്യാറാക്കിയ അടുപ്പുകൾ കത്തിക്കാനുള്ള വിളംബരമായി ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും മുടങ്ങി. പണ്ടാരടുപ്പിൽ നിന്നും പകർന്ന ദീപം ഏറ്റുവാങ്ങി ഭക്തർ സ്വന്തം അടുപ്പുകളിൽ ജ്വലിപ്പിച്ചതോടെ നഗരം യാഗശാലയായി. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദിച്ചു. മേൽശാന്തിയാണ് ക്ഷേത്രസന്നിധിയിലെ പണ്ടാരടുപ്പിൽ തയ്യാറാക്കിയ പൊങ്കാല നിവേദിച്ചത്. തുടർന്ന് 350 പൂജാരിമാർ നഗരത്തിന്റെ മറ്റിടങ്ങളിൽ ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നിവേദിച്ചു. രാത്രി 8:30 കുത്തിയോട്ട ബാലന്മാരെ ചൂരിൽ കുത്തും. 10:45 മണക്കാട് ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് പുറപ്പെടും. നാളെ രാത്രി 9:45 കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും. രാത്രി 12:45 നടത്തുന്ന കുരുതി തർപ്പണത്തോടെയാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാവുക. ജനം, തിരുവനന്തപുരം.